നമ്മൾ ഭീമഞ്ചിലെ ഈ ഒരു കാർ നമുക്ക് ക്രാഷ് ചെയ്യാൻ കഴിയുമോ നോക്കാം. ഇങ്ങനെ ഇറക്കണം. ഇതുപോലെ പുയൊക്കെ ഇനി വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ എഞ്ചിന് ഡാമേജ് ആയിട്ട് വേണ്ടി അടുത്ത് നമുക്കൊന്നുകൂടി പോയേക്കാം. പോട്ടെ എല്ലാം പോയേക്കാം. ക്രാഷിന്റെ ടെസ്റ്റാണ് ഈ കാർ. എത്ര വട്ടം സർവേ ഫുൾ സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലച്ച് നോക്കിയാൽ കാണാം, ഫുൾ സ്പീഡാണ്. ഈ വണ്ടി അടിച്ച ആരും ഇതുപോലത്തെ റോഡ് മേൽ പോവാൻ നിൽക്കരുത്. എനിക്ക് വഴി ഏതാണ്ട് മനസ്സിലാകായി. ഇതുപോലത്തെ റോഡ് മേൽ ഈ വണ്ടി എടുത്ത് പോരരുത്. പുറത്തെത്തി. ഒരു ടയർ കൂടി പോയിട്ടുണ്ട്, വേറൊരു കുഴപ്പമില്ല. ഒന്നുമായിട്ട് അപ്പൊ ഞാനും ഈ വണ്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് വരരുത്. ഇനി അടുത്ത് ഈ ഒരു കാറാണ്. ഈ ഒരു കാർ നമുക്ക് സർവൈവ് ചെയ്യുമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിലൂടെ ഇറക്കി മെല്ലെ പോയാൽ സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കണ്ടതുപോയി. ഡ്രൈവറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പമില്ല. നല്ല പവർ വണ്ടി അടിച്ചെങ്കിൽ എഞ്ചിനീയർ ചെറുതായിട്ട് കുഴപ്പമൊക്കെ നിങ്ങൾ ആരും വിചാരിക്കുന്ന വണ്ടിയാണ്. പുറത്തോട്ട് നമുക്ക് സേഫായിട്ട് പുറത്തെത്താൻ കഴിയും. കഴിഞ്ഞില്ല. വണ്ടിയുടെ ഡ്രൈവറിനൊന്നും പറ്റിയില്ല. സുരക്ഷിതമായി വണ്ടി പുറത്ത് എത്തിയിട്ടില്ല. തുള്ളി സുരക്ഷ ഇല്ലാത്ത വണ്ടി. ഇതിലൊന്നും നിങ്ങൾ പോയാൽ ഒന്നും പറ്റത്തില്ല. കൺഫേം ഞാനാ പറയുന്നത്. ഇതിൽ പോയാൽ ഒന്നും പറ്റത്തില്ല. ഒരു പോറൽ പോലും ആയിട്ടില്ല. കൺഫേംഡാണ്. ഒരു പോറൽ പോലും ആൾക്കാരെ വെച്ചത്. ഇത് കയറ്റാൻ കളിക്കുന്ന കളിയുണ്ട് നിങ്ങൾ. ഈ കാർ എടുത്ത് നിങ്ങൾ ലോങ് ഡ്രൈവ് ആകാൻ പറ്റും. ഒന്നും പറ്റത്തില്ല. മറ്റേ ടയറൊക്കെ പോയിട്ടുണ്ട്. അത് മേടിക്കണ്ട, വണ്ടി ഫുള്ള് കൊടുക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ ഈ കാറുമായിട്ട് വരുന്നത് വരെ ബൈ. 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, സോറി. അപ്പം ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അടിച്ചങ്ങോട്ട് കൊല്ലും.